ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനയോട്ടത്തിന്റെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്ത് ഉത്സവ എഴുന്നള്ളിപ്പിന് കൊടുങ്ങല്ലൂരിലെ തൃക്കണാമതിലകം ശിവക്ഷേത്രത്തിൽ നിന്നാണ് ആനകളെ കൊണ്ടുവന്നിരുന്നത്. എന്നാൽ എന്തൊക്കെയോ ചില കാരണങ്ങളാൽ ഒരു വർഷം ആനകളെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അന്ന് ഉച്ചയ്ക്ക് ശേഷം തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആനകൾ ഓടിയെത്തി എന്നതാണ് ഐതിഹ്യം. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ആനയോട്ടം നടത്തി വരുന്നത്. ഗുരുവായൂർ ഉത്സവം ആരംഭിക്കുന്നതും ആനയോട്ടത്തോടെയാണ്. പുന്നത്തൂർ കോട്ടയിലുള്ള ആനകളിൽ നിന്നും നല്ല ആരോഗ്യസ്ഥിതിയും അക്രമ സ്വഭാവം ഇല്ലാത്തതുമായ ആനകളെയാണ് ആനയോട്ടത്തിൽ പങ്കെടുപ്പിക്കുന്നത്. പങ്കെടുക്കുന്ന ആനകളെ കുളിപ്പിച്ച് തയ്യാറാക്കി 2:30 മഞ്ജുളാലിന്റെ അടുത്ത് അണിനിരത്തും. ക്ഷേത്രത്തിലെ നാഴികമണി 3 അടിച്ചാൽ ആനയോട്ട ചടങ്ങുകൾ ആരംഭിക്കും. പാരമ്പര്യ അവകാശികൾ എടുത്തുകൊടുക്കുന്ന കുടമണികളും കൊണ്ട് പാപ്പാന്മാർ ക്ഷേത്രത്തിൽ നിന്നും മഞ്ജുളാൽ പരിസരത്തേക്ക് ഓടിയെത്തി ആനകളെ അണിയിക്കും. ക്ഷേത്രം മാരാർ ശംഖ് വിളിക്കുന്നതോടെ ആനയോട്ടം ആരംഭിക്കും. ആദ്യം കിഴക്കേ ഗോപുരം കടക്കുന്ന ആനയാണ് വിജയായി പ്രഖ്യാപിക്കുന്നത്. ആനയോട്ടത്തിലെ വിജയ്ക്ക് ഉത്സവം കഴിയുന്നതുവരെ ക്ഷേത്രത്തിൽ പ്രത്യേക പരിഗണനയുണ്ടാകും.